ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു മെഷീൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി തരികയാണ്. ഇത് ഉഷ ജാനോമിന്റെ വണ്ടർ സ്റ്റിച്ച് പ്ലസ് എന്നുള്ള മെഷീനാണ്. ആദ്യം ഞാൻ ഇതിന്റെ പാർട്സും അതിനുശേഷം ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഈ മെഷീന്റെ സോക്കറ്റ് വരുന്നത്. ഇവിടെയാണ് ഇതിന്റെ പവർ സ്വിച്ച് വരുന്നത്. ഈ ഒരു സോക്കറ്റിലേക്ക് ഈ പ്ലഗ് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു വയർ മെയിൻ സ്വിച്ചിലേക്ക് നമ്മുടെ സ്വിച്ച് ബോർഡിലേക്ക് കണക്ട് ചെയ്യുക. ഈ ഒരു വയറിലേക്കാണ് ഇതിന്റെ പെഡൽ ഫുട്ട് വരുന്നത്. ഇത് നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്തിട്ടാണ് ഈ മെഷീന് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഈ ഒരു പാർട്ടിലാണ് ഇതിന്റെ വീല് വരുന്നത്. പിന്നെ ഇവിടെ രണ്ട് സ്പേസ് നമുക്ക് ത്രെഡ് വെക്കാനുണ്ട്. ഈ ഒരു ഇത് കാണുന്നത് ബോബിനിലേക്ക് നൂല് ചുറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു സ്പേസിലാണ് നമ്മൾ നൂല് ഇറക്കിയിട്ട് എടുക്കുന്നത്. ഇതിന്റെ സ്റ്റിച്ചിന്റെ സെലക്ടറാണ്. വ്യത്യസ്ത സ്റ്റിച്ചുകൾ, ഒരുപാട് സ്റ്റിച്ചുകൾ ഇവിടെ ഈ ഒരു മെഷീനിലുണ്ട്. അപ്പോൾ ഈ ഓരോ സ്റ്റിച്ചും സെലക്ട് ചെയ്യുന്നത് ഈ ഒരു ഡയല് ഇതുപോലെ തിരിച്ചു കൊടുത്തിട്ടാണ് ഓരോ സ്റ്റിച്ചും നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. ഇത് സ്റ്റിച്ചിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഡയലാണ്. ഇത് സ്റ്റിച്ചിന്റെ വിഡ്ത്തും അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. ചെറിയ വിഡ്ത്താണെന്നുണ്ടെങ്കിൽ ഇതിനും കൂടുതൽ വിഡ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ നീഡിലിന്റെ പാർട്ടും അതുപോലെ ഈ താഴ്വശത്ത് ബോബിനൊക്കെ വെക്കുന്ന ആ ഒരു ഭാഗം നോക്കാം. ഇവിടെയാണ് നീഡിൽ വെക്കുന്നത്. ഈ ഒരു സ്ക്രൂ ഇതുപോലെ ലൂസാക്കി കൊടുത്താൽ നീഡിൽ ഊരിയെടുക്കാനും ഇടാനൊക്കെ പറ്റും. അതുപോലെ ഈ ഒരു ഭാഗത്താണ് ഫൂട്ടർ വരുന്നത്. ഈ ഫൂട്ടറും ഈസി ആയിട്ട് ഊരിയെടുക്കാൻ, ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് ഇതിന് താഴ്വശം വരുന്നത്. ഇതിന്റെ ഒരു സ്റ്റോറേജ് ബോക്സ് കൂടെയാണ്. ഇവിടെ നമുക്ക് ബോബിൻസ് വെക്കാനും ഫൂട്ടേഴ്സ് ഒക്കെ വെക്കാനൊക്കെ പറ്റും. നൂലൊക്കെ വെക്കാൻ ഈ ഒരു സ്പേസ് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു വശത്താണ് ഇത് ഓപ്പൺ ചെയ്താൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ബോബിന് വെക്കുന്നത്. ഈ ഒരു പാർട്ട് നമുക്ക് ഈ രണ്ട് ഭാഗം മാറ്റി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഊരിയെടുത്തിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഇതിൽ ത്രെഡൊക്കെ കുടുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാം. ഈ ബട്ടണാണ് നമ്മൾ റിവേഴ്സ് സ്റ്റിച്ച് ഇട്ടിട്ട് ഇത് സ്റ്റിച്ച് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിൽ എങ്ങനെയാണ് നൂല് ചുറ്റുക എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ത്രെഡ് നമുക്ക് ഈ രണ്ട് പിന്നിൽ ഇത് ഏതിൽ വേണമെന്നുണ്ടെങ്കിലും വെക്കാം. ആദ്യം നമുക്ക് നൂലെടുത്തിട്ട് ഇവിടെ ബണ്ണ് കാണിക്കുന്നുണ്ട്, ആ ഒരു പാർട്ടിലൂടെ ഇറക്കി ഇനി ഇതവിടെ 2 എന്ന് കാണിക്കുന്നത്. ഇവിടെ ഒരു ആരോ ഇട്ടിട്ട് ശരിക്കും പറയുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതുപോലെ ചെയ്താൽ മതി. ഇതുപോലെ ഒരു യൂട്ടേൺ എടുത്തിട്ട് ഇനി ഇതിലേക്കൂടെ ഈ 3 എന്ന് കാണുന്ന ഈ ഒരു പിന്നിലൂടെ ഇങ്ങനെ ഇറക്കി താഴേക്ക് ഇതവിടെ 4 എന്ന് കാണിക്കുന്ന ഈ ഒരു ആരോ എടുത്തതിന് ശേഷം ഇവിടെ ചെറിയൊരു പിന്നുണ്ട്. ഇതെല്ലാ മെഷീനിലുള്ളതാണ്. ഇതുപോലെ വെച്ച് ഇനി നമുക്കിത് നീഡിലേക്ക് ഇടാം. ഇത് നീഡിൽ ത്രെഡ് കയറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പിന്നുണ്ട്. അതെൻ്റെ അടുത്തൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. ഞാൻ നേരെ ഡയറക്റ്റ് ആയിട്ട് കയറ്റാറാണ്. ഇതിന്മേൽ ഒരു ചെറിയൊരു പിന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ നീഡിൽ ത്രെഡ് ഇടാവുന്നതാണ്. ബോബിനിലേക്ക് ഈ ത്രെഡൊന്ന് ഇതുപോലെ ഇട്ട് ശേഷം നമുക്ക് ഈ ഒരു പ്ലേസിലേക്ക് ഇത് ബോബിൻ ഇറക്കി കൊടുക്കാം. ഈ വീൽ ഇതുപോലെ കറക്കി കഴിഞ്ഞാൽ താഴ്വശത്തുള്ള നൂല് മേലേക്ക് വരും. ഇതിനുശേഷം നമ്മൾ പവർ സ്വിച്ച് ഓൺ ആക്കി പെഡൽ ചവിട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിന്റെ ഈ ഒരു ടോപ്പ് ഭാഗം ഈ ഒരു ഹോളിലേക്ക് ഇറക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ പെഡൽ ഫുട്ട് ചവിട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ത്രെഡ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ത്രെഡ് കട്ടറൂടെ കൊടുത്തിട്ടുണ്ട്. ത്രെഡ് എടുത്ത് ഇതുപോലെ വലിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെത് ഇത് ഒരുപാട് പഴക്കമുള്ളത് കൊണ്ട് തന്നെ ഇവിടെ തുരുമ്പ് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഷാർപ്പനിങ് ഒക്കെ പോയി. അപ്പം ഞാനത് യൂസ് ചെയ്യാറില്ല. നമുക്ക് അത്രയും എടുത്തിട്ടാണ് കട്ട് ചെയ്യാറ്. ഇനി നമുക്കിതിൻ്റെ ഫൂട്ടർ എങ്ങനെയാണ് കണക്ട് ചെയ്യാന്നുള്ളതും ഇതെങ്ങനെയാണ് ഊരിയെടുക്കുക എന്നുള്ളതെല്ലാം ഒന്ന് നോക്കാം.
ഈ ഒരു പിന്ന് കാണുന്ന പിന്നില്ലേ, ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇതിന്റെ ഫൂട്ടർ ഊരിയെടുക്കുക. ഈ ഒരു ഭാഗത്തു നിന്ന് വിട്ടുപോരും. അതിനുശേഷം നമുക്ക് ഈ ഫൂട്ടറൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ഈ ഒരു പിൻ, ഈ കാണുന്ന ഒരു പിൻഭാഗം ഈ ഹോളിന് നേരെയായിട്ട് ഇതുപോലെ വെക്കുക. അതിനുശേഷം ഈ ഒരു കണക്ടർ ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഈ ഫൂട്ടർ ഇവിടെ കണക്ട് ആയിട്ട് വരും. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സിഗ്സാഗ് ഫൂട്ടാണ് കോമൺ സ്റ്റിച്ചുകൾക്കൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് പുറമെ ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ ഫൂട്ടുകളും നമുക്ക് കിട്ടും. ഇതെല്ലാം ഈ ഒരു മെഷീന്റെ കൂടെ കിട്ടിയ ഫൂട്ടുകളാണ്. ഇത് ഗ്യാതറിംഗ് ഫൂട്ടാണ്. ഇത് റോൾഡ് ഹെം, ഇത് സിപ്പർ ഫൂട്ട്, വൺ സൈഡ് സിപ്പർ ഫൂട്ടാണ്. പിന്നെ ബട്ടൺ ഹോൾ ഫൂട്ട്, സാറ്റിൻ സ്റ്റിച്ച് ഫൂട്ട്. പിന്നെ ഇതിന്റെ പുറമെ നമുക്ക് ഓൺലൈനായിട്ടും നമുക്ക് വേണ്ട ഫൂട്ടുകളൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ. ഇനി ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു പിന്ന് കാണുന്ന ഫൂട്ടുകൾ മാത്രമാണ് ഇതിലേക്ക് കണക്ട് ചെയ്യുക. ഈ ഒരു ഭാഗത്തേക്ക് കണക്ട് ചെയ്യുക. ഈ ഒരു ഗ്യാതറിംഗ് ഫൂട്ടിന്റെ ഒക്കെ ഇതിന്റെ പിന്നല്ല, ഇത് നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണുന്ന സ്ക്രൂ അയച്ച് അതിനുശേഷം ഇത് റിമൂവ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് കണക്ട് ചെയ്തിട്ട് സ്ക്രൂ ടൈറ്റ് ആക്കി കൊടുക്കുക. അങ്ങനെയാണ് ഈ ഒരു ഫൂട്ടർ നമ്മൾ കണക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബോബിനിൽ എങ്ങനെയാണ് ത്രെഡ് ചുറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു നൂലെടുത്തിട്ട് ബോബിനിലേക്ക് ഇതുപോലെ 2 or 3 പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പിന്നെ ഒരു സ്ക്രൂവിന്റെ താഴേക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിയതിന് ശേഷം ഈ പിന്നിലേക്ക് ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്ന് ഈ ഒരു പോയിന്റിലേക്ക് നീക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ചെയ്യുക. എന്നിട്ട് ഈ ഒരു വീല് പുറത്തേക്ക് വലിക്കുക. ഇത് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു സ്റ്റിച്ചിങ് ഏരിയയിലേക്ക് ഇതിന് കണക്ഷൻ ഉണ്ടാവില്ല. ഈ ഒരു പോയിന്റും ഈ ഒരു പിന്നിലേക്ക് മാത്രമാണ് ഇത് കണക്ഷൻ ഉണ്ടാവുക. അപ്പോൾ മറ്റേ സൂചിയൊന്നും ഇത് വർക്ക് ചെയ്യില്ല. ഇതിനു ശേഷം നമുക്ക് ഈ ഒരു പെഡൽ ഫൂട്ട് മെല്ലെ ചവിട്ടി കൊടുത്താൽ ഈ ബോബിനിലേക്ക് നൂല് ചുറ്റി വരും. നല്ല സ്പീഡിലായിട്ട് പെഡൽ ഫൂട്ട് നമ്മൾ ചവിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിരൽ മെല്ലെ ഈ ത്രെഡിന്റെ മേലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ത്രെഡ് പുറത്തേക്ക് തെറിച്ചു പോകും. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്കിതിൽ നൂല് കയറ്റിയെടുക്കാൻ പറ്റും. അതിനുശേഷം ഈ ഒരു പിൻ ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് ബോബിനെടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇത് ഈ ഒരു 2 ത്രെഡ് വെക്കാനുള്ള സ്പേസ് ഉള്ളത് കൊണ്ടും അതുപോലെ ഈ വെയിൽ വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിച്ചിങ് ഏരിയയിലേക്കുള്ള കണക്ഷൻ പോകുന്നതുകൊണ്ട് നമുക്ക് ബോബിനിലൊക്കെ പെട്ടെന്ന് നൂല് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക നൂല് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീല് വലിച്ച് ഇവിടുന്ന് വേറൊരു നൂലിട്ടതിന് ശേഷം നമുക്ക് ബോബിനിൽ നൂല് കയറ്റി എടുക്കാവുന്നതാണ്. അത് നമ്മൾ സൂചിയിൽ നിന്ന് നൂലെടുത്ത് മാറ്റേണ്ട ആവശ്യമൊന്നും ഇവിടെ വരുന്നില്ല. അടുത്തായിട്ട് ഈ റിവേഴ്സ് ബട്ടൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം റിവേഴ്സ് ബട്ടൺ ഇതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം പെഡൽ അമർത്തി കഴിഞ്ഞാൽ ഈ സ്റ്റിച്ച് ബാക്കിലേക്കാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അതുപോലെ ഓരോ സ്റ്റിച്ചിനും നമുക്ക് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, വിഡ്ത്തിനും ലെങ്ത്തിനും ഒക്കെ അനുസരിച്ചിട്ട്. അപ്പോൾ അതും ഈ ഒരു ടെൻഷൻ ഇവിടെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ചില സ്റ്റിച്ചുകൾ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ബട്ടൺസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടീത്ത് നമുക്ക് താഴ്ത്തി കൊടുക്കും. ടീത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ കാണുന്ന പിന്നെ ഇതുപോലെ താഴ്ത്തി ഇങ്ങോട്ടേക്ക് നീക്കി ഈ ഒരു ഹോളിലേക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ടീത്ത് താഴെ പോവും. അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ടീത്ത് മേലേക്ക് വരൂല. അപ്പോൾ ഈ ബട്ടൺസ് ഒക്കെ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇത് തിരിച്ച് ഇതുപോലെ ഇങ്ങോട്ടേക്ക് തന്നെ ആക്കി കഴിഞ്ഞാൽ ടീത്ത് മേലേക്ക് തന്നെ വരും. 8 വർഷമായിട്ട് ഞാൻ ഈ മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ അങ്ങനെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഒരിക്കൽ മാത്രമാണ് എനിക്കിതൊന്ന് സർവീസ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടുള്ളത്. പിന്നെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് നമ്മൾ ഓയിലൊക്കെ കൊടുത്തിട്ട് ഒന്ന് ശരിയാക്കി എടുക്കണം. അതുപോലെ എവിടെയെങ്കിലുമൊക്കെ ത്രെഡ് കുടുങ്ങിയിട്ടുണ്ടോന്നൊക്കെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എവിടെയാണ് ഇതിന്റെ ഓയിലൊക്കെ കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബോബിനൊക്കെ വെക്കുന്ന ഈ ഒരു പാർട്ട് ബോബിനെ ഇങ്ങനെ ഊരി മാറ്റി കഴിഞ്ഞാൽ ഈ ഷട്ടിൽ റൈസ് ഇത് നമുക്ക് ഈ 2 പോയിന്റ് ഇങ്ങോട്ടേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഈ കാണുന്ന പാർട്ടിലേക്കാണ് നമ്മൾ ഓയിൽ കൊടുക്കേണ്ടത്. അതുപോലെ ഈ ഒരു ഭാഗം ഈ കാണുന്ന ഈ ഒരു സ്ക്രൂ ലൂസാക്കി കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലേക്കായിട്ട് നമുക്ക്
ഓയിൽ കൊടുക്കണം. അതുപോലെ ഇവിടെ നമ്മളിങ്ങനെ നൂല് ചുറ്റിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇവിടെയൊക്കെ പൊട്ടിയിട്ട് കുടുങ്ങി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുടുങ്ങി പോയാലും ഈ ഒരു മെഷീൻ നല്ല സൗണ്ട് വരും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ ഒരു ഭാഗത്ത് നൂലൊക്കെ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഒക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുത്താൽ മെഷീന് നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നതാണ്. ഇതൊരു ടേബിൾ ടോപ്പ് മെഷീൻ ആയതുകൊണ്ട് തന്നെ നമുക്കിത് എവിടെ വെച്ചിട്ടും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു ഹാൻഡിൽ പിടിച്ചിട്ട് നമുക്ക് എങ്ങോട്ടേക്കും ഇത് കൊണ്ടുപോകാനും അതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാറ്റി വെക്കാനൊക്കെ ഈസിയാണ്. ഇതിനൊരു ക്യാപ്പ്, ഒരു കവറും കൂടെ വരുന്നുണ്ട്. പക്ഷെ ഞാനത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ക്യാപ്പ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇനി ഈ ഒരു മെഷീൻ വാങ്ങിയ സമയത്ത് നമുക്ക് ഇതിന്റെ കൂടെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാനുവലിൽ ഇതിന്റെ എല്ലാ പാർട്സുകളെ കുറിച്ചും അതുപോലെ വ്യത്യസ്ത സ്റ്റിച്ചുകളെ കുറിച്ചും, അപ്പൊ അതിനൊക്കെ ഏത് ഫൂട്ടാണ് യൂസ് ചെയ്യേണ്ടതെന്ന്, അതുപോലെ ഇതിന്റെ ടെൻഷന്റെ അഡ്ജസ്റ്റ്മെന്റും ലെങ്ത്തിന്റെ അഡ്ജസ്റ്റ്മെന്റും എല്ലാം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതിന്റെ ബാക്ക് വശത്തായിട്ട് ഇതിന്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം ഈ ഒരു ബുക്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. അത് ഞാൻ 8 വർഷം മുമ്പ് വാങ്ങിയതായിരുന്നു. അപ്പൊ അന്നത്തെ ഇതിന്റെ റേറ്റ് 15,500 വന്നിട്ടുള്ളത്, 15,500. ഇപ്പൊ ഇത് ഓൺലൈനൊക്കെ കാണുന്നത് 17,500, 18,000 രൂപയൊക്കെ ആയിട്ടാണ് ആമസോണിലൊക്കെ കാണുന്നത്. കടയിൽ എത്രയാണ് ഇതിന്റെ റേറ്റ് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമന്റിലൂടെ ചെയ്യണേ. പിന്നെ ഇതുപോലത്തെ ഡ്രസ് മേക്കിംഗ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പുതിയ വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ.